Okay friends, അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോവാണ്. സെൽ തിയറി, കോശ സിദ്ധാന്തം. എന്താണ് കോശ സിദ്ധാന്തം? സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ M.J. Schleiden and Theodor Schwann, summarizing the findings of various scientists. It puts forward two main concepts. ആരൊക്കെയാണ് ഈ സെൽ തിയറി കണ്ടുപിടിച്ചത്? അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. സെൽ തിയറി കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? M.J. Schleiden അതുപോലെ തിയോഡർ ഷ്വാൻ. ഇവർ രണ്ടുപേരുമാണ് ഇത് കണ്ടുപിടിച്ചത്. ബാക്കിയുള്ള സയന്റിസ്റ്റുകളുടെ ഒക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വരൂപിച്ചാണ് അത് കണ്ടുപിടിച്ചത്. രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസംസ്, അത് സസ്യമാകട്ടെ, ജന്തു ആകട്ടെ, എന്തോ ആകട്ടെ, പ്ലാന്റ് ആകട്ടെ, ആനിമൽ ആകട്ടെ, ഏതായാലും അതിൻ്റെയൊക്കെ ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ഇതാണ് ഒന്നാമത്തെ തിയറി. രണ്ടാമത്തെ തിയറി, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ, ഒരു ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഈ കോശങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളാണ് സെൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനം. അത് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം. രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണ്? ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെല്ല് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളുടെയും, അത് സസ്യമാകട്ടെ, ജന്തു ആകട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഇത് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് സെൽ തിയറി പറയുന്നത്. കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരുകളും ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ആൻ ഓർഗാനിസം. സ്ട്രക്ചറൽ, ഘടനാപരം, ഫങ്ഷണൽ, ജീവധർമ്മപരം എന്ന് പറഞ്ഞാൽ അതായത് ഘടന, സ്ട്രക്ചറും ജീവധർമ്മപരം, ഗ്രോത്തും ഒക്കെ എന്തിന്റെ ബേസിലാണ്? സെല്ലിന്റെ ബേസിലാണ്. ഈ സെല്ലില്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇത് പറഞ്ഞത് ഏത് തിയറിയാണ്? സെൽ തിയറി എന്ന് അറിയപ്പെടുന്നു. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. സെൽ തിയറി കണ്ടുപിടിച്ചതാരാണ്? ഫൗണ്ടേഴ്സ്. അതുപോലെ തന്നെ സെൽ തിയറി മുന്നോട്ട് വെക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പോൾ പഴയ പോലെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. പഴയത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഈ ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അത് അറിയില്ലെങ്കിൽ നമ്മൾ അവസാനം ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത സെക്ഷനിലേക്ക് പോവാണ് നമ്മൾ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് കരുതുന്നു. പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് നമ്മളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇതിനെ ബോറടിക്കുന്നത്? നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. എന്നാലല്ലേ. ഇപ്പൊ ബയോളജി ഫുള്ള് പഠിച്ചു. പക്ഷെ ഇപ്പൊ നമ്മളൊരു മരം മുറിക്കുകയാണ്. മരം മുറിക്കുമ്പോൾ അതിനകത്ത് കാതൽ കാണുന്നു. കാതൽ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടില്ലേ? ഉള്ളിൽ കൂടിയുള്ള ഏറ്റവും ഇതായിട്ടുള്ള. അപ്പോ ഇതെന്ത് സാധനം എന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് ഇന്ന സാധനമാണ്, ഇത് സൈലമാണോ, ഫ്ലോയമാണോ, അല്ലെങ്കിൽ എന്താണ് അത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ബയോളജിയിൽ സൂപ്പർ ആവുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹേർട്ടിനെ കുറിച്ചൊക്കെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയുന്ന ഹേർട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലിവർ എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെ ഒക്കെ. അപ്പോൾ ആ ഡോക്ടർ നിങ്ങളിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഒന്നും തിരിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബയോളജി പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ശരിക്ക് പ്രാക്ടിക്കലായിട്ട് ബയോളജി പഠിക്കണം. നമ്മൾ ബയോളജി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സൂപ്പർ ആകാനാണ്. എന്തിനാ സൂപ്പർ ആകുന്നത്? നമ്മൾ പൊട്ടന്മാരാകാതിരിക്കാൻ, എത്രേ ഉള്ളൂ. അപ്പോൾ എവിടെ ചെന്നാലും ഇങ്ങനത്തെ അറിവുകൾ നമുക്ക് വേണം. അപ്പോൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഔട്ടായി പോകും. സോ ഫങ്ഷൻസ് ഓഫ് സെൽസ്, എന്താണ് നമ്മുടെ കോശങ്ങളുടെ ഫങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ നിങ്ങൾക്ക് പേജ് നമ്പർ 12 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. പുറമേ നിന്നുള്ള വസ്തുക്കൾ, അന്യവസ്തുക്കൾ ഉണ്ടല്ലോ, ആ അന്യവസ്തുക്കളെയൊക്കെ പ്രതിരോധിക്കുന്നു. അത് സെല്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു കൊതുക് കുത്തിയാല് അവിടെ പ്രതിരോധം വരും, പ്രതിരോധിക്കും. ശരിയല്ലേ? അപ്പൊ സെൽസിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ പ്രതിരോധിക്കുക, ഡിഫൻസ് മെക്കാനിസം, റെസിസ്റ്റിംഗ്.
ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെ, അത് സെല്ലിന്റെ ഒരു പണിയാണ്. പിന്നെ സിന്തസൈസ് ബയോമോളിക്യൂൾസ്, ജൈവ തന്മാത്രകൾ. തന്മാത്രകൾ അറിയാലോ, മോളിക്യൂൾസ്. ഈ തന്മാത്രകൾ, ജൈവ തന്മാത്രകൾ, നമ്മുടെ ജീവിതത്തിന് വേണ്ട, നമ്മുടെ ബോഡിയിൽ വേണ്ട തന്മാത്രകൾ, അതിനെയൊക്കെ നിർമ്മിക്കുന്നു. അതും ആരുടെ പണിയാണ്? സെല്ലിന്റെ പണിയാണ്. പിന്നെയോ റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, പോഷകങ്ങളിൽ നിന്നും ഊർജം നിർമ്മിക്കുന്നു അല്ലെ, ഊർജം നിർമ്മിച്ച് അത് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഫങ്ഷൻസ് ആണ് ഇതിന്റെ സെൽസിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഈ 3 ഫങ്ഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പുറത്തുനിന്ന് വരുന്ന അന്യവസ്തുക്കളുണ്ട്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നു, അതിനെ പ്രതിരോധിക്കുക, അതിനെതിരെ പൊടിയൊക്കെ വരുമ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യില്ലേ, അപ്പൊ അതൊക്കെ സെൽസിന്റെ ഒക്കെ അതിന്റെ ഫങ്ഷൻ ആയിട്ട് വരുന്നതാണ്. അതുപോലെ അലർജി അല്ലെങ്കിൽ കൊതുകടിക്കുമ്പോൾ അതുണ്ട്, അതൊക്കെ അന്യവസ്തുക്കളാണ്, പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ പാർട്ടിക്കിൾസ്, പാത്തോജൻസ് എന്ന് പറയുന്ന ശത്രുക്കൾ വരുന്നതാണ്, അതിനെ പ്രതിരോധിക്കുന്നുണ്ട് നമ്മുടെ ബോഡി അല്ലെ. അതൊരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് സെല്ലിന്റെ. മറ്റൊന്ന് സിന്തസിസ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് ജീവതന്മാത്ര, ജൈവ തന്മാത്രകളെ ഉണ്ടാക്കുക, നിർമ്മിക്കുക, ഇതിനു വേണ്ടിയിട്ട്, ബോഡിയുടെ സെറ്റപ്പിന് വേണ്ടിയിട്ട്. മറ്റൊന്ന് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, പോഷക ഘടകം, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പോഷക ഘടകങ്ങൾ, അതിൽ നിന്നും ഊർജത്തെ സ്വതന്ത്രമാക്കിയിട്ട് നമുക്ക് എനർജി തരിക. ഇതും ആരുടെ പണിയാണ്? കോശത്തിന്റെ. അപ്പോൾ സെൽസിന്റെ ഫങ്ഷൻസ് ഓഫ് സെൽസ്, കോശത്തിന്റെ ജോലികൾ ഏവാന്ന് ചോദിച്ചാൽ ഈ 3 ആൻസർ ആണ് എഴുതുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്ലാന്റ് സെല്ലിലുള്ള പാർട്സ് ഏതൊക്കെയാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും പ്ലാന്റ് സെല്ലിന്റെ പാർട്സ് ഏതൊക്കെയാണ്. ഒന്നാമതായിട്ട് അതിൽ പറഞ്ഞത് ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പഠിച്ചു, ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ, മർമ്മം, ന്യൂക്ലിയസ്. ദെൻ സെൽ മെംബ്രെയിൻ, അതിന്റെ തൊട്ട് അടുത്തായിട്ട് കോശസ്തരം ഉണ്ട് അല്ലെ, സെൽ മെംബ്രെയിൻ. ദെൻ റൈബോസോം, ഇതൊക്കെ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോവാണ്, ഇപ്പൊ ഓടിച്ചു പറഞ്ഞു പോകുന്നേ ഉള്ളൂ. റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കാൻ പോവാണ്. ദെൻ സൈറ്റോപ്ലാസം, കോശദ്രവ്യം, കോശത്തിനകത്തുള്ള ദ്രവം, കോശദ്രവ്യം. ദെൻ ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം, ഹരിതകണത്തിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്, നമ്മുടെ അതിന് വളർച്ചയ്ക്കുള്ള ഫുഡ് ഒക്കെ, അടുക്കള എന്ന് പറയാം, ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം. അടുത്തത് ഗോൾഗി കോംപ്ലക്സ്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് പഠിക്കും നമ്മൾ. ഫേനം ഉണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയോൺ, പിക്ചറിൽ കാണാം നിങ്ങൾക്ക്, മൈറ്റോകോൺഡ്രിയോൺ. ദെൻ സെൽ വാൾ, കോശഭിത്തി, ഏറ്റവും പുറത്തുള്ളത് കോശഭിത്തി. ഇതെല്ലാം ഇതിന്റെ പാർട്സ് ആണ്. ഇതിലേക്ക് ഓരോന്നിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പോകാം. ഓക്കെ, Cells are the smallest living units of an organism. All cells have 3 things in common, no matter what type of cell they are. All cells have a cell membrane, which separates the inside of the cell from its environment, cytoplasm, which is a jelly-like fluid, and DNA, which is the cell's genetic material. There are 2 broad categories of cells. The first category is eukaryotic cells. They have organelles, which include the nucleus and other special parts. Eukaryotic cells are more advanced, complex cells, such as those found in plants and animals. The second category is prokaryotic cells. They don't have a nucleus or membrane-enclosed organelles. They do have genetic material, but it's not contained within a nucleus. Prokaryotic cells are always one-celled or unicellular organisms, such as bacteria. So, what are organelles? Organelle means little organ. Organelles are the specialized parts of a cell that have unique jobs to perform. Let's start with the nucleus, the control center of the cell. The nucleus contains DNA, or genetic material. DNA dictates what the cell is going to do and
how it's going to do it. Chromatin is the tangled, spread-out form of DNA found inside the nuclear membrane. When a cell is ready to divide, DNA condenses into structures known as chromosomes. The nucleus also contains a nucleolus, which is a structure where ribosomes are made. After ribosomes leave the nucleus, they will have the important job of synthesizing or making proteins. Outside the nucleus, the ribosomes and the rest of the organelles float around in cytoplasm, which is the jelly-like substance. Ribosomes may wander freely within the cytoplasm or attach to the endoplasmic reticulum, sometimes abbreviated as ER. There are two types of ER. Rough ER has ribosomes attached to it, and smooth ER doesn't have ribosomes attached to it. The endoplasmic reticulum is a membrane-enclosed passageway for transporting materials, such as the proteins synthesized by ribosomes. Proteins and other materials emerge from the endoplasmic reticulum in small vesicles, where the Golgi apparatus, sometimes called the Golgi body, receives them. As proteins move through the Golgi body, they're customized into forms that the cell can use. The Golgi body does this by folding the proteins into usable shapes, or adding other materials onto them, such as lipids or carbohydrates. Vacuoles are sac-like structures that store different materials. Here, in this plant cell, the central vacuole stores water. Going back to the animal cell, you will see an organelle called a lysosome. Lysosomes are the garbage collectors that take in damaged or worn-out cell parts. They are filled with enzymes that break down this cellular debris. The mitochondrion is an organelle that is the powerhouse for both animal and plant cells. During a process called cellular respiration, the mitochondria make ATP molecules that provide the energy for all of the cell's activities. Cells that need more energy have more mitochondria. Meanwhile, the cell maintains its shape through a cytoskeleton. The cytoskeleton includes the thread-like microfilaments, which are made of protein, and microtubules, which are thin, hollow tubes. Some organisms, such as plants that are photoautotrophic, meaning they capture sunlight for energy, have cells with an organelle called a chloroplast. The chloroplast is where photosynthesis happens. It's green because it has a green pigment called chlorophyll. Plant cells also have a cell wall outside of their cell membranes that shape, support, and protect the plant cell. Animal cells never have a cell wall. There are many other unique structures that only some cells have. Here are just a few. In humans, for example, the respiratory tract is lined with cells that have cilia. These are microscopic hair-like projections that can move in waves. This feature helps trap inhaled particles in the air and expels them when you cough. Another unique feature in some cells is flagella. Some bacteria have flagella. A flagellum is like a little tail that can help a cell move or propel itself. The only human cell that has a flagellum is a sperm cell. In summary, remember, eukaryotic cells are plant and animal cells with a nucleus and membrane-enclosed organelles.
while prokaryotic cells are unicellular organisms without these things. All cells have a cell membrane, cytoplasm, and genetic material.